ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാഹ് ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വരവേ ഒരു എഗ്ഗ് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടോ. അപ്പോൾ രാവിലെ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. ചായയും കടി ഉണ്ടാക്കുന്ന ഇടയിൽ തന്നെ ചോറും ഉണ്ടാക്കുകയാണ്. കാരണം ഇതായാൽ മക്കൾക്ക് കൊണ്ടുപോവുകയും ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് ബസ്മതി റൈസൊക്കെ ഉണ്ടായിനി. അതൊക്കെ നല്ലോണം കേയിങ്ങാണ്ട് വെള്ളത്തിലിട്ട് വെക്കുകയാണ്. അപ്പം ഞാൻ മന്തിക്കാണെങ്കിലും ഫ്രൈഡ് റൈസിനാണെങ്കിലൊക്കെ ഈ വൈറ്റ് ബസ്മതി അരി ഉണ്ടല്ലോ അതാട്ടെടുക്കൽ. ആ ഗോൾഡൻ കളറ് നല്ല വേവുള്ള അരിയാണ്. അത് ഞാൻ അങ്ങനെ എടുക്കലില്ല. അപ്പോൾ ഇതൊരു മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്താൻ വേണ്ടി കണ്ട് അങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചു. നമുക്ക് വെള്ളം തിളപ്പിക്കാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ചുകൊണ്ട് അതിൽ പിന്നെ ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും ഉപ്പും ഇട്ട് കൊടുത്ത് ഇത് തളിച്ചിട്ട് വേണം നമുക്ക് അരി ഇട്ട് കൊടുക്കാൻ. അപ്പോൾ നമുക്കൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ പാകത്തിന് ഉപ്പ് ഞാൻ കല്ലുപ്പാട്ട് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് നമ്മളെ പട്ടാണിക്കടല ഉണ്ടല്ലോ അത് വെള്ളത്തിലിട്ട് കുതിർത്തിയതുണ്ടായിന്. അതും ഒരു പിടി അതും ഇട്ട് കൊടുത്ത്. പച്ചക്കറി കിട്ടുകാണ്ടല്ലേ വെക്കണേ. അപ്പോൾ പട്ടാണിക്കടല ഇങ്ങനെ ഇടയ്ക്ക് കടിക്കുമ്പോൾ അതും രസമാണ്. പിന്നെ ഞാൻ പച്ചക്കറി ആയിട്ട് ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നത് ബീൻസും അതേപോലെ ക്യാരറ്റും പിന്നെ ഒരു ക്യാപ്സിക്കും. അതൊക്കെ ഇവിടെ ഉള്ള പച്ചക്കറി ആയിട്ട് അതിനായിട്ട് വാങ്ങിയതല്ല. അപ്പോൾ ഈ പച്ചക്കറി കണ്ടപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതൊക്കെ നല്ലോണം കഴുകിയിട്ട് നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാം. അപ്പോൾ ഈ അപ്പം ചുടുന്ന ഇടയിൽ കുറച്ച് പൊറോട്ട കിട്ടിയിരിക്കണം കേട്ടോ. അപ്പം ഇവിടെ നാണിപ്പാക്ക പാലിന് പാത്രം താഴത്തേക്ക് കൊണ്ടുപോയേക്കാൻ വേണ്ടി ഓൾറെഡി കേട്ടപ്പം പാത്രം കൊണ്ടുപോയേക്കാൻ വേണ്ടി പോയതാണ്. അപ്പം നമ്മളിവിടെ അടുത്ത് ഒരു മയമാലിയാക്കാറ്. അപ്പോൾ അയാളാണ് ഈ പൊറോട്ടയും കൊണ്ട് വരുന്നത്. അപ്പോൾ പിന്നെ മൂപ്പരെ കണ്ടപ്പോൾ വാങ്ങാതെക്കാനും തോന്നിയില്ല. അപ്പോൾ അങ്ങനെ വാങ്ങിപ്പോന്നതാണ്. അത് നല്ല സോഫ്റ്റായ നല്ല പൊറോട്ട കേട്ടോ. അപ്പോൾ നല്ല ഇഷ്ടമായി. ഇനി ആർക്കെങ്കിലും വേണമെങ്കിൽ ഇന്ന് രാവിലെ 6:30 ആകുമ്പോൾ ഞങ്ങൾ ഇതിലേക്ക് വരുന്നുണ്ട്. അമ്പലപ്പടിക്ക് കൂടെയൊക്കെ എല്ലാ വീട്ടിൽ കൂടെയും വരുന്നുണ്ട്. അപ്പം അങ്ങനെ വേണമെങ്കിൽ രാവിലെ തന്നെ 6:30 തന്നെ കിട്ടും. നല്ല അടിപൊളി പൊറോട്ട. പിന്നെ ഞാൻ അപ്പം ചൂടിലൊക്കെ അതിൻ്റെ ഇടയിൽ നിർത്തി വെച്ചു. പിന്നെ അതിക്ക് ചിക്കൻ കറി ഉണ്ടായിന്. പിന്നെ മുട്ടക്കറി ഗ്രീൻ പീസ് കറി അങ്ങനെയൊക്കെ അയാളടുത്ത് വേറെ ഉണ്ട് കേട്ടോ. അത് വേണമെങ്കിൽ അതും നമുക്ക് വാങ്ങാം. ഇവിടെ ചിക്കൻ കറി ഉണ്ടായതുകൊണ്ട് പിന്നെ ആ കറി വാങ്ങിയിട്ടില്ല. അതിൻ്റെ ഇടയിൽ അരിയൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ അരി വെന്തിട്ടോ. അപ്പോൾ ഒരു 90% ആകുമ്പോൾ നമുക്ക് അരി ഊറ്റിയെടുക്കണം. അപ്പോൾ ഇത് ശരിക്കും എന്താ പറയുക, നമ്മൾ നേരത്തെ അരി ഊറ്റി വെച്ചിട്ട് തണുത്തിട്ട് വേണം നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോഴാണ് ഫ്രൈഡ് റൈസിൻ്റെ ഒരു രസം ഉണ്ടാവുള്ളൂ. ചൂട് കൊടുക്കാകുമ്പോൾ അത്ര തന്നെ കിട്ടൂല. അങ്ങനെ വേറെ പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ സൺഫ്ലവർ ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തുട്ടോ. എണ്ണ ചൂടായി വന്നപ്പോൾ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ടുകൊണ്ട് നല്ലോണം വഴറ്റി കൊടുക്കുക. ഇതൊന്ന് വാടിയിട്ടെ ഞാൻ പച്ചക്കറി ഇട്ട് കൊടുക്കണത്. അപ്പോൾ എന്തിനു പറയുന്നത്, ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ നല്ലോണം ചോറ് നല്ലോണം ചൂടാറിയിട്ട് നേരത്തെ അരി വേവിച്ചേക്കുക, എന്നിട്ട് ഉണ്ടാക്കിയെടുക്കുക. പച്ചക്കറിയൊക്കെ ഞാൻ കഴുകിയിട്ട് നല്ലോണം കട്ട് ചെയ്ത് വെച്ചിനിയല്ലോ. അപ്പം ഞാൻ അതൊക്കെ ആദ്യം നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. പിന്നെ സവാള ഒന്ന് ജസ്റ്റ് വാടി വന്നിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള പച്ചക്കറി ഇട്ട് കൊടുക്കാൻ. അപ്പോൾ സവാളയും ബീൻസും ക്യാരറ്റും ക്യാപ്സിക്കും തന്നെ ഉള്ളൂ കേട്ടോ പച്ചക്കറി ആയിട്ട്. നമ്മളെ വീഡിയോസ് കണ്ട് ഇഷ്ടമാകാൻ എല്ലാവരും ലൈക്ക് ചെയ്തിട്ടും ഷെയർ ചെയ്തിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടും കമൻറ്റ് ചെയ്തിട്ടൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോസ് മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണുക. അങ്ങനെ ബാക്കിയുള്ള പച്ചക്കറിയൊക്കെ ഇട്ടെടുത്തുകൊണ്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് വാടിയിട്ട് വേണം നമുക്ക് ചോറിട്ട് കൊടുക്കാൻ. അപ്പം നമ്മളെ ചോറ് ഇങ്ങനെ പച്ചക്കറിയൊക്കെ ഇടുമ്പോൾ കാണാൻ തന്നെ നല്ല രസമായിക്കാറില്ലേ ഫ്രൈഡ് റൈസ്. ഇവിടെ ഞങ്ങൾ അധികം മന്തിയും ബിരിയാണി ആയിട്ട് ഉണ്ടാക്കൽ. ഫ്രൈഡ് റൈസ് വല്ലാതെ ആർക്കും അങ്ങനെ ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കലില്ല. അപ്പോൾ അത് ഞാൻ കുറച്ച് പച്ചക്കറിയൊക്കെ ഉണ്ടായപ്പോൾ സ്കൂൾക്കും കൊണ്ടുപോകാമല്ലോ വിചാരിച്ചുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ ഞാനതിൽ ആ പച്ചക്കറിയൊക്കെ ഒന്ന് വാടി വന്നപ്പോൾ അതൊന്നിങ്ങനെ ജസ്റ്റ് മാറ്റി വെച്ചുകൊണ്ട് ആ എണ്ണയ്ക്കൊരു 4 കോഴിമുട്ട പൊട്ടിച്ച് വെച്ചിട്ടോ. അങ്ങനെ അതൊക്കെ നല്ലോണം ചിക്കി എടുത്തിട്ട് പിന്നെ പച്ചക്കറിയും മുട്ടയും ഒക്കെ പാടാണ്ട് ഒന്നാക്കിട്ടോ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മളെ ചോറിട്ട് കൊടുക്കാൻ.
അങ്ങനെ ചോറൊക്കെ മുഴുവനായിട്ട് ഇട്ടെടുത്ത് നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. മിക്സിങ് ആണല്ലേ മെയിൻ. അപ്പോൾ എല്ലാ പച്ചക്കറിയും ആ സൺഫ്ലവർ ഓയിലും ഒക്കെ ചോറിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലോണം മിക്സ് ചെയ്യാം. അപ്പം നമുക്ക് ഇതൊക്കെ 2-3 സാധനങ്ങളോടും ചേർത്ത് കൊടുക്കാണ്ട്. അപ്പം ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. പിന്നെ ഈ ഫ്രൈഡ് റൈസൊക്കെ ഞാൻ കുറച്ച് ചിക്കൻ കടായി ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ചിക്കൻ കടായി ഉണ്ടാക്കിയത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, കാരണം അത് ഫ്രിഡ്ജിലേനി ചിക്കൻ. അപ്പോൾ അതൊക്കെ പുറത്ത് വെച്ച് ഐസും കട്ടയൊക്കെ പോയി പിന്നെ ഉണ്ടാക്കിയപ്പോൾ ഇതിന് കുറേ നേരം ആയിക്കണം. അപ്പോൾ പിന്നെ വീഡിയോ എടുത്തിട്ടില്ല ഇനി. അപ്പോൾ രാവിലത്തെ വീഡിയോ തന്നെ ഉള്ളൂ കേട്ടോ ഫ്രൈഡ് റൈസിൻ്റെ. ഇനി ഒരു ദിവസം ഞാൻ ചിക്കൻ കടായിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് സോയാ സോസ് ഒഴിച്ച് കൊടുത്ത്, ഒരു 2 സ്പൂൺ സോയാ സോസ് കേട്ടോ. പിന്നെ കുറച്ച് വിനാഗിരി ഉണ്ടല്ലോ നമ്മളെ സുർക്ക, അതും കുറച്ച് ഒഴിച്ച് കൊടുത്തേക്കണം. എന്നിട്ട് നമുക്ക് അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. പിന്നെ നമുക്ക് കുരുമുളകും കൂടി വേണം. അപ്പോൾ വൈറ്റ് കുരുമുളക് ഉണ്ടെങ്കിൽ വൈറ്റ് കുരുമുളക് ഇടുക. പിന്നെ ബ്ലാക്ക് ആണെങ്കിൽ പിന്നെ ചോറ് ഇങ്ങനെ വേറെ കളറായി നിൽക്കും. അതിനാണ് ഈ വൈറ്റ് കുരുമുളക് ഇടാൻ പറയണത്. ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ബ്ലാക്ക് തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ വൈറ്റ് ഉണ്ടായിന്, അപ്പോൾ ഞാൻ വൈറ്റ് ഇട്ട് കൊടുത്ത്. അങ്ങനെ അതും കൂടി ഇട്ടെടുത്തങ്ങാണ്ട് നല്ലോണം മിക്സ് ചെയ്താൽ നമ്മളെ എന്താ പറയുക എഗ് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഫ്രൈഡ് റൈസ് ഒന്നും ഉണ്ടാക്കാൻ അറിയാത്തവരൊന്നും ആരും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഒന്ന് കാണിച്ചു തന്നത് മാത്രം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞ മാതിരി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ് ചെയ്യുക. അതേപോലെ നിങ്ങൾ ഓരോരുത്തരും നല്ല നല്ല കമൻറ്റിനും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തൊരു സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റിൽ കൂടെ ചോദിക്കുക. 1-2 കമൻറ്റിൽ എന്നോട് ഒരു വ്യക്തി ചോദിച്ചു, ഇത്ത ഞാൻ കേക്ക് ഉണ്ടാക്കും, അത് മേൽഭാഗം ശരിയാവുന്നുണ്ട്, നടുഭാഗം ശരിയാവണില്ല എന്ന്. അപ്പം തന്നെ തോന്നുന്നു എനിക്ക് കമൻറ്റ് ശരിക്കും വ്യക്തമായിട്ടില്ല. ഞാൻ അപ്പം തന്നെ റിപ്ലൈ കൊടുത്തേക്കണം. അപ്പോൾ ശരിയാവാത്തത്, നടുഭാഗം ശരിയാവാത്തത് നമ്മളെ സ്ക്രാപ്പർ ഉണ്ടല്ലോ, അത് ശരിയാവാത്തത് കൊണ്ടാണ്. അപ്പം എനിക്ക് പറയാനുള്ളത് നല്ല സ്ക്രാപ്പർ കൊണ്ട് സ്ക്രാപ്പ് ചെയ്തെങ്ങാണ്ട് എടുക്കുക. അപ്പം അങ്ങനെ 1-2 ഫാൾട്ടൊക്കെ വരും. പിന്നെ അങ്ങനെ ശരിയാകുമ്പോൾ നമ്മളെ കേക്ക് റെഡി ആയി കിട്ടും. അപ്പം അങ്ങനെ ചെയ്താണ് ശരിയായിക്കോളൂ കേട്ടോ. അപ്പം നമ്മളെ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്താലോ. അപ്പം ഇൻഷാ അല്ലാഹ് നാളെ കാണാം. അസ്സലാമു അലൈക്കും.